ടു ഈസ്റ്റേൺ പച്ചമുളക്. ഞാൻ പാർവതി ഷോൺ. എല്ലാവരും തന്നെ ഇങ്ങനെ റെഡി ആയിരിക്കും. ഇന്ന് എന്താണ് പാർവതി സ്പെഷ്യൽ ഉണ്ടാക്കണത്. ഇന്ന് ഞാനല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണേ. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഫാത്തിമ റഹ്നാസ് എന്നാണ് അവരുടെ പേര്. നല്ല കേക്ക് ആൻഡ് ബേക്കിങ്ങിലും ഒക്കെ നല്ല മിടുക്കിയാന്നാണ് കേട്ടെ. നമുക്ക് വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ ഫാത്തിമയോട് തന്നെ ചോദിച്ചറിയാം. ഫാത്തിമ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ഫാത്തിമ, വെൽക്കം ടു അവർ ഷോ. എന്താണ് ഫാത്തിമ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞിട്ട് നമുക്ക് കുറേ വിശേഷങ്ങൾ എനിക്ക് ഫാത്തിമയോട് ചോദിക്കണം. എന്നാൽ ആ ഒരു സംഭവം നമുക്ക് സർപ്രൈസ് ആയിട്ട് വെക്കേണ്ട. അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും എന്താണ് ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫാത്തിമ സ്പെഷ്യൽ ആയിട്ടൊക്കെയാണ് ഞങ്ങളുടെ പച്ചമുളകിലേക്ക് വന്നിരിക്കുന്നതെന്നറിയാം. എന്താണ് സ്പെഷ്യൽ? ഞാൻ ഇന്ന് കപ്പ ബിസ്ക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റോ? അതെ. അയ്യോ, കപ്പ ബിസ്ക്കറ്റ്. കപ്പ കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി തുടങ്ങിയാട്ടോ. അല്ല, അതൊരു ഭയങ്കര സംഭവമാണല്ലോ. നമ്മൾ സാധാരണ കപ്പ കൊണ്ട് കപ്പ പുഴുക്ക്, കപ്പ കൊണ്ട് എരിശ്ശേരി അല്ലേ, അല്ലാതെ പുഴുങ്ങി അല്ലാണ്ടുള്ള ബഹളങ്ങള് അല്ല. കപ്പ ബിരിയാണി, കപ്പ ബിസ്ക്കറ്റും ഇറക്കണം. അതും കോഴിക്കോട്ടെ മഹതികളല്ലേ, അവരിനി എന്തിലാണ് എല്ലാത്തിലും പാചകം. അപ്പൊ കപ്പ കൊണ്ട് ബിസ്ക്കറ്റ്. അപ്പൊ എന്താണ് ഫാത്തിമയുടെ പ്രൊഫഷൻ? എന്താണ്, പഠിക്കുകയാണോ? അതെ, ഞാൻ ക്യൂൻ ഷെഫിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ് 1 month കോഴ്സിന്. ക്യൂൻ ഷെഫ് ഒരു സംഭവമാണല്ലേ. ക്യൂൻ ഷെഫ് എന്താ പറയുക? ക്യൂൻ ഷെഫ് ഇങ്ങനെ പാചക റാണിമാരെ ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ അല്ലെ, നല്ലൊരു സ്ഥാപനമാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ബേക്കിങ്ങിലും കാര്യങ്ങളിലും അവര് നന്നായിട്ട് പഠിപ്പിച്ചു കുട്ടികൾ ഒത്തിരി. ഇപ്പൊ ഈ നമ്മുടെ പച്ചമുളകിലേക്ക് തന്നെ ഇഷ്ടം പോലെ യങ് ആയിട്ടുള്ള നല്ല സുന്ദരി സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരൊക്കെ വന്ന് അല്ലെ കുക്കിംഗ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ തന്നെ അന്തം വിട്ടോ. ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട്. അപ്പൊ അവിടെ പഠിക്കുകയാണ്. കൂടാതെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ബേക്കിങ്ങിന്റെ ക്ലാസ് എടുക്കും. അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഫാമിലി ഉണ്ട്. ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, നാത്തൂൻ, പിന്നെ അനിയൻ, അനിയത്തി, പിന്നെ എനിക്ക് ഒരു മോളുണ്ട്, ഹസ്ബൻഡ്. എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ ടൈപ്പ് കേക്ക്സാ കൂടുതലും ആൾക്കാർ ആവശ്യപ്പെടാറ്? കേക്ക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ട്രെൻഡാണ്. പക്ഷെ അതിലേറെ ട്രെൻഡുള്ള എത്രയോ കേക്കുകൾ ഉണ്ട്. പക്ഷെ അത് ഗ്ലാമർ ആണ് അല്ലെ. ചിലർ ലുക്കിൽ അത് ഗ്ലാമർ ആണ്. ബർത്ത്ഡേ പാർട്ടീസിനെല്ലാം എല്ലാവർക്കും ഭയങ്കര ഷേപ്പും കളേഴ്സിനൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ ഒരു കുഞ്ഞിന്റെ അറിയുന്ന ബ്രദറിന്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്തു. അപ്പൊ ഇതൊരു സ്പൈഡർമാൻ്റെ ഒരു കേക്കാണ്. അവർ കുട്ടികളല്ലേ ആവശ്യം. പക്ഷെ അത് കേക്ക് മുറിച്ച് ഇറ്റ്സ് ലൈക്ക് ബ്ലൂ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളേഴ്സ്. ഈ പിള്ളേരുടെ വായിന്ന് അത് കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ആ വായിന്ന് അത് പോകാൻ തന്നെ ഒരാഴ്ച എടുത്തു. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് സോ അങ്ങനത്തെ ഒരു കളറ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള കമ്പനി വൈസുള്ള കളേഴ്സ് മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് ഒന്നുമില്ല, എക്സ്ട്രാ ഒരു കെമിക്കൽ കാര്യങ്ങളും ഇല്ല. നമ്മൾ റിയൽ ആയിട്ട് ഹോം മെയ്ഡിൽ ഉണ്ടാക്കിയ ഇങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വരുമ്പോ തനിയൊരു ബിസിനസ് മൈൻഡ് ആകില്ല. കുറെയൊക്കെ ഒരു ഇത് വന്നു കഴിയുമ്പം എനിക്ക് തോന്നുന്നു ആ ബിസിനസിന്റെ ആ ഒരു എസൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പല ആൾക്കാരും ഒരു ഇതൊന്നും ഒരു ഹെൽത്തി സൈഡ് അങ്ങ് മറച്ചു വെച്ചാൽ അവര് പിന്നും അങ്ങനത്തെ ഒരു കോഴ്സിലേക്ക് പോവാറുണ്ട്. അപ്പൊ അത് ഐ ഡോണ്ട് തിങ്ക് സോ. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. മുഴുവനായിട്ട് നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള കളർ, എഡിബിൾ കളർ വാങ്ങാൻ കിട്ടും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്ട്രാ കളറിന് വേണ്ടിയിട്ട് പലരും പുറത്ത് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കൊടുക്കാറുണ്ട്. വീട്ടിലുള്ള ടോഫി ആവശ്യപ്പെടാറുണ്ട്, ചോക്ലേറ്റ്, ടോഫി ഒക്കെ. എനിക്ക് ഇപ്പോഴത്തെ ഒരു കേക്കിനൊക്കെ എൻ്റെ ഒരു ഇത് വരും. കാരണം നമ്മൾ കേക്കൊക്കെ മേടിക്കുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റോ അങ്ങനെയുള്ള കേക്കൊക്കെ മേടിക്കുമ്പോൾ ഒരു ലെയറിൽ ഇപ്പം സ്പോഞ്ച് കേക്കിൻ്റെ ഇതങ്ങ് കുറഞ്ഞു വന്നിട്ട് കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീം ഇട്ട് കംപ്ലീറ്റ് ലെയർ ചെയ്തേക്കും. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കത് കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണ പോലെ, കേക്ക് കഴിക്കണ പോലെ തോന്നല്ലേ. ഇപ്പം പൊതുവേ എല്ലാ കേക്കിൻ്റെ ഒരു രീതിയാണ്. കാരണം ഒന്നെങ്കിൽ ആ കേക്കിൻ്റെ ബേസ്മെൻറ്റ് കുറച്ച് അവർ കംപ്ലീറ്റ് കേക്ക് ഇതാക്കി മാറ്റും. അതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ അതിനി നമ്മൾ ആ ഒരു രീതി മാറ്റുന്നതാണോ, അത് ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ചെയ്യുന്നതാണോ? ഈ കേക്ക് ഒരിക്കലും ഇല്ല. ആൾക്കാരുടെ ഡിമാൻഡ് ഒരിക്കലും ആവില്ല, അത് അവരുടെ കുഴപ്പം. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കേക്ക് പെർഫെക്റ്റ് ആയിട്ടേ കൊടുക്കുള്ളൂ. കേക്ക് അതെ, നമ്മളത് തൂക്കം കൂടിയാലും പ്രശ്നമില്ല, പക്ഷെ കുറഞ്ഞു പോകരുത്. അവർ പറയണ കസ്റ്റമേഴ്സ് എന്താണോ പറയണത് അത് കറക്റ്റായിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു കേടുപാടും ഇല്ലാതെ നീറ്റായിട്ട് കൊടുക്കണം. അതിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
അതൊരിക്കട്ടെ, ഈ കപ്പ ബിസ്ക്കറ്റ് എവിടുന്ന് പഠിച്ചു? ഇത് ബേക്കിങ്ങിലുള്ളതല്ലല്ലോ. അല്ല ഇത് തന്നെ ഫാത്തിമയുടെ സ്വയം നമ്പറാണ്. അല്ല, ഞാന് പരീക്ഷ നോക്കിയതാണ്. സ്വീറ്റ് ആയിട്ട് ആണോ ഇത്? അല്ല, നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ കൂടുതൽ ചോദിച്ച് അതിന്റെ രഹസ്യം ചോർത്തെടുക്കണ്ട, നമുക്കതങ്ങ് നേരിട്ട് കാണാം അല്ലെ ഫാത്തിമ? അപ്പൊ നമുക്ക് കപ്പ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ കപ്പ ബിസ്ക്കറ്റിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ള പരിചയപ്പെടാം. കപ്പ ബിസ്ക്കറ്റിന് വേണ്ടത് കപ്പ നല്ല മഞ്ഞപ്പൊടി ഇട്ട് നുള്ള മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒത്തിരി വെന്തങ്ങ് പോകണം, ഇല്ല, ഉടയാതെ. എന്നിട്ട് അത് ഊറ്റിയെടുക്കണം. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ആദ്യമേ എല്ലാവരും മനസ്സിൽ സ്വീറ്റ് ഐറ്റം ആണോ എന്ന് തോന്നുന്നത്. സ്വീറ്റ് ഐറ്റം അല്ല അല്ലേ ഫാത്തിമ? ഇതെനിക്ക് തോന്നുന്ന നല്ല കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ഒക്കെയാണെന്ന് പറഞ്ഞത്. ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ചാൽ, കാരണം നമുക്ക് ചായയും പാലും, കാരണം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മുടെ ഈരാറ്റുപേട്ട നാട്ടിലൊക്കെ വന്നാണ് സത്യം പറഞ്ഞാൽ കട്ടൻ കാപ്പി ഒരു മെയിൻ സംഭവം. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കട്ടൻ കാപ്പി എങ്ങനെ കുടിക്കില്ല. പണ്ട് പറയും കട്ടൻ കാപ്പി കുടിച്ചാൽ കറുത്തവും കുടിക്കരുത്. ശരിയാണ്, അത് പറയാറുണ്ട് അല്ലേ? ഇപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പറയാം. മുളക് പൊടി അല്ലേ? ഇതിൽ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യം അതാണ്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കപ്പ. ഇതിന് ചമ്മന്തി ഉണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് ബിസ്ക്കറ്റിന് ആവശ്യമുള്ളത് കപ്പ, നുള്ളു മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ചെറുജീരകം, പിന്നെ ഉപ്പ് വേണ്ട, അത് ബ്രെഡ് 3 എണ്ണം വെള്ളത്തിൽ കുതിർത്തത് വേണം. അതാണ് ഇതിന് ഈ കപ്പ ബിസ്ക്കറ്റിന് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ മിക്സ് തുടങ്ങാം. ഈ കപ്പ ഉടയ്ക്കണം. കപ്പ നന്നായിട്ട് ഉടയ്ക്കണം. ഇങ്ങോട്ട് വെക്കാം. ഉടച്ചു തുടങ്ങിക്കോളൂ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ള, കപ്പ അങ്ങ് വെന്ത് പോകണ്ട. ഫാത്തിമ പറയുന്ന ഒരു ജസ്റ്റ് ഒരു 2 വിസില്, ഒരു 2 വിസില് മതി. നല്ല കപ്പയൊക്കെ ആണെങ്കിൽ, നല്ല പുട്ട് പോലത്തെ കപ്പയൊക്കെ ആണെങ്കിൽ എളുപ്പം അത് എന്നിട്ട് ഊറ്റിയെടുക്കുക. വെള്ളം മുഴുവനായിട്ടും കളയണം. മുഴുവനായിട്ടും കളയണം. എനിക്ക് തോന്നുന്നു ഈ കപ്പ, ചക്ക ഒക്കെ ഇപ്പൊ അല്ലേ നല്ല ഭക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയാണ് ഈ കപ്പയും ചക്കയും. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അധികം ചെലവുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മള് വീട്ടില് കപ്പ, അതന്നെ വീട്ടില് കപ്പയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് മിച്ചമൊക്കെ വരും. അപ്പൊ ചിലപ്പോ എടുത്ത് നമ്മള് വെറുതെ കളയും. അപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോ നമ്മൾ ചുമ്മാ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുക് കളിച്ച് ചുമ്മാ ചിക്കി നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതൊരു മീൻകറിയുടെ കൂടെയോ തലേദിവസം വെച്ച മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അപ്പൊ ഇങ്ങനെ കപ്പ മിച്ചം വരുമ്പോ ഇനി ഫാത്തിമയുടെ കപ്പ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക. നല്ല പോലെ കുഴക്കണം, കട്ടയൊന്നും ഇല്ലാണ്ട്. കട്ട ചെറുത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട്. എനിക്കൊന്നും ഇത് ഇപ്പൊ മിക്സ്, ചില അവിടെ ഇരിക്കുന്ന മഹിള മണികൾക്ക് സംശയം ഉണ്ടാവും, ഈ കൈ കൊണ്ട് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്, മിക്സിയിൽ കൂടെ ഇല്ല, മിക്സിയിൽ ചെയ്യാൻ പറ്റില്ല. അത് പൊരിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഇതിലേക്ക് നമ്മൾ ഉടച്ചെടുത്തിട്ട് ബ്രെഡ്, ഇതിലേക്ക് ഇതിപ്പോ ഒരു 1 kg കപ്പ ഉണ്ട്, അതിലേക്ക് നമ്മളൊരു 3 ബ്രെഡ് വെള്ളത്തിൽ കുതിർത്തത് ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ ഓക്കെ. അത് വേറൊരു ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് കപ്പയുടെ രുചി മാറി കിട്ടണത്. അതെ, അതെന്തായാലും നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ശരി. പ്ലെയിൻ നമ്മുടെ മിൽക്ക് ബ്രെഡ് അല്ലേ? പ്ലെയിൻ ബ്രെഡ് ജസ്റ്റ് കുതിർത്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ് ഈ കപ്പയുടെ കൂടെ. പിന്നെ കുതിർത്താതെ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചിലവർ അതെ പൊടിഞ്ഞു പോരും. അപ്പൊ ഇനി കപ്പ നല്ലപോലെ മാഷ് ചെയ്ത് ഫാത്തിമ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ചേർക്കണം എന്ന് പറയുന്നത്. ബ്രെഡ് ചേർക്കാം. ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? വെക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കണതല്ല, ഇത് ഇനി സോക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി കുതിർത്ത് അല്ലേ? വെള്ളത്തിൽ കുതിർത്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു വാട്ടറി കണ്ടന്റും കൂടി ഇതിലേക്ക് വരാനാണ് അങ്ങനെ ചെയ്യണം. നമ്മളിത് അപ്പം എനിക്കൊന്ന് ഡയറക്റ്റ് കപ്പയിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ച് ബുദ്ധിപരമായ രീതിയിലൊന്നും നീങ്ങരുത്. അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. ഫാത്തിമ പറയുന്നത് ഇത് അപ്പം തന്നെ ആ ബ്രെഡ് ഒരു 3 സ്ലൈസ് അത്ര മതി. അതാണോ? മതി, 3 സ്ലൈസ് എടുക്കുന്ന കപ്പയുടെ കണക്കാണ്. നമുക്കൊരു കണ്ടാൽ തന്നെ ഒരു
ബൗളിൽ അറിയാൻ കഴിയല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു 3 സ്ലൈസ് കുറച്ച്. ഇനി ഇത് നന്നായിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ ക്രംസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ പോരായിരിക്കും അല്ലേ? പൊടിയാണെങ്കിലും ഒന്നും പോരാ, ഇങ്ങനെ കുതിർത്ത് തന്നെ ഇതിനകത്ത് ചേർക്കണം. ഒന്ന് ആ കപ്പയുടെ രുചി തന്നെ മാറുന്നത് ആ ബ്രെഡ് ഇതിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുജീരകം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി ജീരകം കൂടെ ചേർക്കുകയാണ്. എത്ര ചേർക്കണം? നമുക്ക് ആവശ്യത്തിന്. ചിലവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടാവില്ല, അപ്പം നമുക്ക് വേണമെങ്കിൽ കുറക്കാം. നമ്മളിവിടെ ആവറേജ് ഇതിനാവശ്യമായിട്ടുള്ള ജീരകം എനിക്കത് ഒരു ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇനി ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. നല്ല ഇത് കുഴയ്ക്കുന്ന നല്ലൊരു പണിയാണ് കേട്ടോ. കപ്പ, ബ്രെഡ്, ജീരകം, ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീരകം അല്ലേ, ജീരകം സോക്ക് ചെയ്ത ബ്രെഡ്, കപ്പ എല്ലാം കൂടി നല്ലപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തീരെ അങ്ങ് നൈസായിട്ടൊന്നും അല്ല കുഴച്ചിരിക്കുന്നത്, ഇച്ചിരി കപ്പയുടെ ലംസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മളിത് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അതിന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഒരു ട്രേയിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമുക്ക് ട്രേ ഇല്ലാതുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ചപ്പാത്തി അല്ലേ, ചപ്പാത്തി പരത്തുന്നതിൽ തന്നെ ഇത് വെച്ച് സെറ്റ് ചെയ്യാവുന്ന. ഇല്ല, നമുക്കൊരു വട്ടത്തിലുള്ള നല്ല പാത്രം തന്നെ വേണം. വട്ടത്തിൽ അതല്ല, ഇത് നമ്മളിങ്ങനെ ട്രേയിൽ തന്നെയാണോ ചെയ്യുന്നത്? ട്രേ അല്ലെങ്കിൽ നമുക്കൊരു തട്ട് അങ്ങനെ എന്തെങ്കിലും തട്ട് ആണെങ്കിലും മതിയല്ലോ. ഇതിലോട്ട് നമ്മളിത് ഇത് മൊത്തത്തോടെ ഓക്കെ. അതൊരു മൊത്തത്തിൽ എന്നിട്ട് ഗ്ലാസ് കൊണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ അതിനകത്ത് നിങ്ങൾ ചെറിയ കുഞ്ഞു ബോൾ പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, വേറെ വലിയ സംഭവമാണ്. ട്രെയിൽ ഇത് മൊത്തത്തിൽ ഒരു ഷീറ്റ് പോലെ പരത്തി എടുത്തിട്ട് പിന്നെ ഇതുപോലെ ഇത്ര വട്ടമുള്ള ഗ്ലാസ്സിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ബ്രെഡൊക്കെ അത്രയും മതിയാണ്ടാവും. ബ്രെഡ് അത് മതി, ഓവറായി പോകണ്ട. എനിക്കൊന്ന് ഓവറായി പോയാൽ മയം കൂടി പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകും. അതേപോലെ വെള്ളത്തിൽ കുതിർത്തിക്കും വേണം നമ്മള്. അപ്പൊ ഇതുപോലെ നല്ലതായിട്ട് ഭംഗിക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഐശ്വര്യപൂർണ്ണമായിട്ട് അതങ്ങ് വെച്ചോളൂ. കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല ഭംഗിക്കൊരു ഷേപ്പ് വന്നു. കൊള്ളാല്ലേ, എന്താ ഐഡിയാസ് നോക്കിക്കേ. കപ്പയിൽ നമുക്ക് ജന്മത്ത് വിശ്വസിക്കാൻ പറ്റുമോ ഇതുപോലെ ഇത്രയും നല്ലൊരു സംഭവമാക്കി എടുക്കാന്നുള്ളത്? ഇതൊക്കെ തന്നെ കണ്ടുപിടിച്ചാണല്ലേ ഫാത്തിമ? ഫാത്തിമ ഇതിലൊരു വലിയൊരു ഒരു സംഭവമാണ് ഫാത്തിമ. ഒറ്റ ഒരു ഇതില് അതങ്ങനെ തന്നെ പരത്തി ഒറ്റ ഒരു 5-6 അത് നല്ല ഷേപ്പിന് ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു തിക്നെസ് ഒക്കെ വേണം. അത് നമ്മൾ പൊരിച്ചെടുക്കാനല്ലേ, അപ്പൊ പൊരിച്ചെടുക്കാനായിട്ട് ഒത്തിരി കട്ടി കുറഞ്ഞാൽ പൊടിഞ്ഞു പോവും. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അല്ലേ, ലൈറ്റ് ഒരു കളറും. എനിക്കത് ഇനി പൊരിക്കുമ്പോൾ ഇതിന്റെ കളറൊക്കെ വ്യത്യാസം വരിക, ബ്രൗൺ കളറായിട്ട്. അപ്പൊ ഇത് എന്തെങ്കിലും മുക്കുന്നുണ്ടോ അതോ സ്ട്രെയിറ്റ്? ഒന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് പൊരിച്ചെടുക്കുക. ശരി, ഇങ്ങനെ ബാലൻസ് വരുന്നത് വീണ്ടും കുഴച്ചിട്ട് അങ്ങനെ എടുക്കാം ഭംഗിക്ക്. ഓക്കെ, ഇത്രയും കപ്പ വേസ്റ്റ് ആണ്, സങ്കടമുണ്ട്. ചുമ്മാ വേണമെങ്കിൽ പോത്ത് കയറി മിച്ചമുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പയുടെ കൂടെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ നല്ല ഷേപ്പിന് വട്ടത്തിലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഷാലോ ഫ്രൈ ആണോ ഉദ്ദേശിക്കുന്നത്, നല്ല ഡീപ്പ് ഫ്രൈ ആണോ? അല്ല, ഡീപ്പ് ഫ്രൈ വേണ്ട, ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. എണ്ണ ഒഴിക്കട്ടെ? എത്ര വേണമെന്ന് പറയണേ. അത് മുങ്ങണ രീതിയിലാണ്, കുറച്ചും കൂടെ അത് ഫുൾ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ആ കപ്പ ഇങ്ങനെ കട്ട്ലേറ്റ് പോലെ ആക്കി ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് മുങ്ങിക്കിടക്കണമെന്നാണ് ഫാത്തിമ പറയുന്നത്. അപ്പോൾ ഇതിനി പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഈ കപ്പയ്ക്ക് ഒരു സൈഡ് ചമ്മന്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഫാത്തിമ തന്നെ പറഞ്ഞുതരും. നമ്മൾ കുറഞ്ഞതിൽ ചുട്ടെടുത്ത ചെറിയുള്ളി, ഈ ചമ്മന്തിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചുട്ടെടുത്ത ചുവന്നുള്ളി. അപ്പോൾ ഇതെങ്ങനെ ചുട്ടെടുത്തത്? ജസ്റ്റ് തവയിലിട്ടാ? അല്ല, ഞാൻ കോലിൽ കുത്തിയിട്ട് നമ്മുടെ
പപ്പടം കുത്തിയിൽ കുത്തിയിട്ട് ജസ്റ്റ് ഗ്യാസിൽ കാണിച്ചാൽ മതി. മുളക് ചമ്മന്തിയൊക്കെ നമുക്ക് ഉണക്ക ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതും ബ്രൈ പാനിൽ ചുട്ടെടുത്തിട്ട് ജസ്റ്റ് എണ്ണ ഒഴിക്കാതെ ചുട്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇത് അങ്ങനെ ഗ്യാസിൽ കാണിച്ച് അങ്ങനെ പൊള്ളിച്ചെടുത്താൽ മതി. ഒരു കോംപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാൻ, മുളക് പൊടി അത്രേ ഉള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള മല്ലിയിലയും പിന്നെ എണ്ണയും വേണം. അപ്പോൾ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ അരച്ചെടുക്കണമായിരിക്കും. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും ചുവന്നുള്ളി വേണം അല്ലേ? വേണം. അപ്പോൾ ഇത്രയും 1 കപ്പോളം ചുവന്നുള്ളിയും 1 കപ്പോളം ചുവന്നുള്ളി ചുട്ടതും പിന്നെ ഒരു 2-4 വറ്റൽമുളക് പൊള്ളിച്ചത്, ഒരു ലേശം പാകത്തിനൊരു ഉപ്പ്, ഫാത്തിമയുടെ കണക്കിനുള്ളൊരു ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ആവശ്യമില്ല, നമ്മളൊരു 1 ടീസ്പൂൺ ഒക്കെ 1 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ വേണ്ട, എരിവ് കൂടുതലായിരിക്കും. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇതിലേക്ക് പൊരിച്ചെടുക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ജസ്റ്റ് മീൻ വറക്കണ പോലെയൊക്കെ പാകത്തിലാണ് ഫാത്തിമ ചെയ്യണമെന്ന് തോന്നേ. ഇതെനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പൊടിഞ്ഞു പോകുന്നേ. എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ റെസിപ്പീസ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഓരോ കാര്യങ്ങൾ. പക്ഷേ അത് പൊടിയാത്ത രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് ഫാത്തിമ പറയണത്. അപ്പം ശരിയാണ്, എനിക്കിപ്പോൾ ഈ ജീരകം ഇട്ടപ്പോൾ മനസ്സിലായിട്ടോ. കാരണം ആ ജീരകം ഉണ്ടായിരുന്നാൽ അത് കടിക്കുമ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നത് അതിൻ്റെതായ ഒരു രുചിയാണത്. അപ്പോൾ ഇതിനി കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് 2 സൈഡ് ഒരു ഗോൾഡൻ കളറൊക്കെ ആവും. ഗോൾഡൻ കളറാണ്. അപ്പോൾ ചുവന്നുള്ളിയും വറ്റൽമുളകും പിന്നെന്താ മുളക് പൊടി ചേർത്ത് അരച്ചെടുത്ത് കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ അരയ്ക്കാൻ പോകുമ്പോൾ ഈ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ച് കൂട്ടിയെടുത്താലും നല്ലതാണ്. അപ്പോൾ എടുത്തതോ ഇതിന് വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ അല്ലേ, 3 ടേബിൾ സ്പൂൺ ഇട്ടു. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എണ്ണ കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിൽ കുറയ്ക്കാതെ കുഴപ്പമില്ല. ഉപ്പിട്ട് അതിൽ ഉപ്പിട്ടു അരക്കണ സമയത്ത് ഉപ്പിട്ടു. അപ്പോൾ ഇത് തിരിച്ചിടാൻ തോന്നുന്നു. തിരിച്ചു. എനിക്കത് പാറ്റീസ് പോലെയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ബർഗറിന്റെ അടിയിൽ വെക്കില്ലേ, അങ്ങനെ പോലെ ഒരു സംഭവം നടത്തി നോക്കുന്നത് നല്ലതാണ്. ഞാൻ നോക്കുന്ന നമ്മൾ ഈ ബർഗറിന്റെ അടിയിൽ വെജ് ബർഗറിന്റെ കൂടെ നമ്മൾ പൊട്ടേറ്റോ ഇതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി വെജിറ്റബിൾസും അല്ലേ, എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഒരു നോൺ വെജും ചിക്കനും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അതൊരു വേറൊരു റെസിപ്പിയായി. അപ്പോൾ കണ്ടോ ഏകദേശം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളറായി. ഇനി ഇത് നല്ലപോലെ മൊരിഞ്ഞെടുക്കും. നമുക്ക് കപ്പ ബിസ്ക്കറ്റിന് പകരം കപ്പ ഫ്രൈയോ കപ്പ അങ്ങനെയൊക്കെ പറയാം. പിന്നെ നമുക്ക് ഇഷ്ടം ഇപ്പൊ ഇത് കപ്പ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കപ്പ ബിസ്ക്കറ്റ് എന്നേ പറയും. നമ്മൾ സ്വന്തമായിട്ട് ഐഡിയ വെച്ചിട്ട് ചെയ്യണല്ലേ. അപ്പൊ നമ്മൾ വെരി ഗുഡ് നല്ലൊരു കാര്യം. ഇതും കൂടെ ഒന്ന് മൊരിയണം. ഒരു സൈഡ് മൊത്തം മറിച്ചിട്ടു. നല്ല കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാത്തിമയെ പോലെ തന്നെ ഇത് കണ്ട് ഇൻസ്പയർഡ് ആവണം ബാക്കിയുള്ളവരും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു ഐറ്റം ചെയ്ത് നോക്കണം, പരീക്ഷിക്കണം എന്ന് മനസ്സിലൊരു തീരുമാനം ആദ്യം എടുക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ലപോലെ ഒരു കോട്ടിങ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ. സോ ഒരു കോട്ടിങ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് കപ്പ തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. ഇനി പറയില്ല അല്ലേ. അതെ തീർച്ചയായിട്ടും. ആയി തുടങ്ങി. അറ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരി കുറച്ച് ആ എണ്ണ ഒന്ന് സൈഡിലേക്കൊന്ന് വാലാൻ വെച്ചിട്ട് അതൊന്ന് സൈഡിൽ നിന്ന് പോയതിന് ശേഷം എണ്ണ കൂടാതെ അങ്ങ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി നാറി കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഇളം ചൂടിൽ കഴിക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. കാരണം ഇത് നന്നായിട്ട് ഇപ്പം നമ്മൾ ആ ഒരു ആക്രാന്തത്തോടെ ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വായെല്ലാം പൊള്ളും. അതുകൊണ്ട് ക്ഷമ വേണം നമുക്ക്. കപ്പ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിക്കാം. കപ്പ കട്ട്ലേറ്റ് എന്ന് വിളിക്കാം, കപ്പ ഫ്രൈ എന്ന് വിളിക്കാം. നല്ല ചുട്ടരച്ച ചുവന്നുള്ളി ചുട്ടരച്ച വറ്റൽമുളകുമായിട്ട് ചുട്ടരച്ച ഒരു ചമ്മന്തിയൊക്കെ ഉണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്ക് ആയിരിക്കും. പറഞ്ഞവർ ഇനി കട്ടൻ കാപ്പിയുടെ കുറവും കൂടെ ഉള്ളൂ. പക്ഷെ കട്ടൻ കാപ്പി വേണ്ട.
ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. എനിക്ക് കഴിക്കാൻ തരണമെന്നൊന്നുമില്ലല്ലോ. തരാം. അപ്പൊ എടുത്തോളൂ. അതിന്റെ ഓണർ തന്നെ എടുത്തോണ്ട് പോകും. അയ്യടാ, എന്താ എൻ്റെ മുന്നിലെ കപ്പ ബിസ്ക്കറ്റ് ആണ് ഇരിക്കുന്നത്. നല്ല ചമ്മന്തി ഉണ്ട്. ഫാത്തിമ, അപ്പൊ ഞാൻ അറ്റാക്ക് ചെയ്യട്ടെ? ഓ, അറ്റാക്ക് ചെയ്തോളൂ. ധൈര്യമായിട്ട്. ഫാത്തിമയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് ഇത് മൊത്തത്തോടെ അങ്ങ് എടുക്കാൻ തോന്നുന്നു. പക്ഷെ കാൺ ബിലീവ് ദിസ്, കാരണം കപ്പയാണ് ഇങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കില്ല. അത് എന്താണെന്ന് അറിയാം, ഭയങ്കര ചൂടുണ്ട്. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിച്ചു നോക്കാവേ. ബെസ്റ്റ്. റിയലി ഇത് കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും പറയേണ്ടി വരില്ല. ഈ മുളക് ചമ്മന്തിയും ഈ കപ്പ ബിസ്ക്കറ്റും കൈ നിന്ന മോളെ. ഫാത്തിമ, യു ആർ ദ ഗ്രേറ്റ്, വണ്ടർഫുൾ. ഇങ്ങനെ നല്ലതായിട്ട് പാചകം ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല അറിവാണ്. ഈ ഒരു കപ്പ ബിസ്ക്കറ്റ് ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു. നിങ്ങളും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫാത്തിമ, ഇത്രയും ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു റെസിപ്പിയൊക്കെ സമ്മാനിച്ചതിന്. ഈസ്റ്ററിൻ്റെ വക ഫാത്തിമയ്ക്ക് ഒരു സമ്മാനമുണ്ട് കേട്ടോ. ഈസ്റ്ററിൻ്റെ വക എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നല്ല സംഭവമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു ഗസ്റ്റുമായിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ.